മാലാഖവൃന്ദത്തിൻ്റെ മുഖ്യനം ദൈവദൂതാ ഭക്തരെ കാത്തിടുവാൻ മധ്യസ്ഥമേകണമേ. സർലോക സൈന്യാധിപാ തിരുസഭത്തൻ പാലക ദുഷ്ടാരൂപിയിൽ നിന്നും മക്കളെ കാത്തിടണേ. സന്ദേശവാഹകനീ മിക്കായേൽ മാലാഖയേ നിത്യവും ഞങ്ങളെ കാക്കുമാറാകണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നൊവേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസത്തിൽ മാലാഖയുടെ സംരക്ഷണത്തിന്, മധ്യസ്ഥത്തിന്, എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ കാക്കുന്നതിന് നന്ദിയുള്ളവരായിരിക്കാം. നിരവധി ആവശ്യങ്ങളുമായിട്ടാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിക്കുന്ന ശക്തിയുള്ള മാധ്യസ്ഥമാണ് വിശുദ്ധ മിഖായേൽ മാലാഖയുടേതെന്ന് നമുക്ക് വ്യക്തിപരമായ ബോധ്യമുണ്ട്. ഇന്ന് ഏറെ പ്രത്യേകിച്ച് ഈ നൊവേന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആലീസ് നിബി മന്ദിരം നീനു നെൽസന്റെ ആത്മശാന്തിക്കായി ഈ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാലാഖയുടെ സംരക്ഷണം തേടുന്ന സ്വീറ്റി എസ് എഡ്വേർഡ് എന്ന വ്യക്തിയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണിൻ്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാകുവാൻ മാലാഖയുടെ സംരക്ഷണം തേടുന്ന ദിയ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിൽവസ്റ്റർ മാലാഖയുടെ സംരക്ഷണത്തിനായി പ്രവീൺ ജോസ് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അനന്തു പ്രകാശ് എല്ലാവിധ പൈശാചിക പീഡനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ, അഭയ നിക്സൺ മാലാഖയുടെ സംരക്ഷണത്തിന്, ജിജോ എഡ്വിൻ, ലോറൻസ് എയ്ഡൻ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും മാലാഖയുടെ സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ നൊവേനയിൽ നമുക്കും പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. മഹത്വമാർന്ന സ്വർഗസിംഹാസനത്തിൽ വാഴുന്ന രാജാതിരാജനും സർവശക്തനും പരമകാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പരമ സൈന്യങ്ങളുടെ ധീരസേനാധിപതിയായ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് സംരക്ഷകനായി തന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുവാൻ മാലാഖമാരോട് അങ്ങ് കൽപ്പിച്ചിട്ടതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങേ മാലാഖ എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കുവാനും ഞങ്ങളെ നിരന്തരം സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഇടവരുത്തണമേ. പരിശുദ്ധ കന്യക മറിയത്തെ മനുഷ്യാവതാര രഹസ്യം അറിയിക്കുവാൻ മാലാഖ അയച്ച ദൈവമേ, ജീവിതയാത്രയിലും പ്രതിസന്ധിയിലും അങ്ങേ മാലാഖമാരുടെയും പ്രത്യേകം ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനും സർവ്വസൈന്യാധിപനും മഹാപ്രഭുവുമായ വിശുദ്ധ മിഖായേലെ, പൈശാചിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ.
എല്ലാ ആത്മാക്കളെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് എല്ലാ ദുഷ്ടാരൂപികളെയും ഞങ്ങളുടെ പാദത്തിന് കീഴിലാക്കുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗീയ സൈന്യങ്ങളുടെ തലവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ ചിത്തത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ദൈവത്തിരുസന്നിധിയിൽ അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയമങ്ങളും വിശുദ്ധ മിഖായേലിന്റെ മാധ്യസ്ഥം വഴി സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നിത്യപിതാവിൽ നിന്നും ലഭിച്ചു തന്ന ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വർഗവാസികളായ സകല വിശുദ്ധന്മാരോടും ദൂതന്മാരോടും ചേർന്ന് അനന്തനന്മ സ്വരൂപിയായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗവാസികളായ നവവൃന്ദ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് ദൈവ സന്ദേശം നൽകി കാത്തുപരിപാലിക്കുന്ന വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവദൂതഗണത്തിന്റെ തലവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്ധകാര ശക്തികളോട് പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസന്നിധിയിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരുവാൻ ശക്തനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവനീതിയുടെ അളവുകോൽ വഹിക്കുന്നവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് ആത്മബലവും സംരക്ഷണവും നൽകുവാൻ ശക്തനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തനാക്കുന്ന വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളിലും ദൈവസന്നിധിയിൽ എത്തിക്കുന്നവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസന്നിധിയിൽ കീർത്തനങ്ങൾ ആലപിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിതയാത്രയിലും പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് സഹായമായിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗസ്തമനിൽ രക്തം വിയർത്ത നാഥനെ ആശ്വസിപ്പിച്ച മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബലഹീനതയിൽ ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ദൈവ തിരുമുൻപിൽ പ്രാർത്ഥിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണസമയത്ത് ഞങ്ങൾക്ക് സഹായമായിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്ത്യവിധി നാളിൽ യേശുവിനോടൊപ്പം മഹത്വത്തിൽ എഴുന്നള്ളുവാനിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ മിഖായേൽ മാലാഖേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അവർണ്ണനീയമായ അങ്ങേ പരിപാലനയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി മാലാഖമാരെ അയക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും അവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നതിനും നിത്യമായി അവരോടുകൂടെ മോക്ഷത്തിൽ ജീവിച്ചു വാഴുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വിശുദ്ധ ജനമേ, കർത്താവ് തൻ്റെ ജനത്തോട്, തൻ്റെ പിറവി തിരുനാളിന് ഹൃദയമൊരുക്കുന്ന തൻ്റെ ജനത്തോട് ഇന്ന് സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച്, അവിടുത്തെ സ്വരം കേട്ട് അതനുസരിച്ച് ജീവിക്കുവാനാണ്. അവിടുത്തെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവ്യബലി അർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടുത്തെ സ്വരം കേട്ട് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിക്ക് തുല്യമാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. സുവിശേഷത്തിൽ പറയുന്നത് പോലെ ആ ഭവനത്തിന് നേരെ കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, എങ്കിലും ആ ഭവനം വീണില്ല. അത് ശക്തമായിരുന്നു, പാറമേൽ പണിത ഭവനമായിരുന്നു. നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മാവും എൻ്റെ ദൈവമായ പാറമേൽ പണിത ഭവനമായി മാറുമ്പോൾ, അവിടുത്തെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമ്പോൾ, ജീവിതത്തിൽ എന്ത് തന്നെ എൻ്റെ മുൻപിൽ വന്നാലും അതിനെയൊക്കെ അതിന് മീതെ ചവിട്ടി നടക്കുവാനുള്ള ശക്തിയും ധൈര്യവും എൻ്റെ ദൈവം എനിക്ക് നൽകും. ഈ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി, ഈ ഒരു ഉറപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും പാറമേൽ പണിത ഭവനം പോലെ ശക്തമാക്കട്ടെ. ഇന്ന് നമ്മുടെ നിയോഗങ്ങളോടൊപ്പം നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ നീനു നെൽസൺ, ആന്റണി സാംസൺ, ബ്രോൺലി ഫെർണാണ്ടസ്, ആൻസൽ ഫെർണാണ്ടസ്, എല്ലാ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടെ ഒരുമിച്ച് നമുക്ക് ആഘോഷിക്കാം. അതിന് നാം ഓരോരുത്തരും യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാ ധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന വിശുദ്ധ മിഖേൽ മാലാഖ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ഈ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കുവാൻ വാതിലുകൾ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി. അതിനെ നിലം പറ്റി നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി. ദരിദ്രരുടെയും അഗതികളുടെയും വാദങ്ങൾ അതിനെ ചവിട്ടിമതിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം. അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടി. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ, കർത്താവേ എന്ന്
എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവമെന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവമെന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ദൈവേഷ്ടമാണെന്നു കരുതി ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നിൽ അറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്നു കരുതി നേട്ടമല്ല, സൗഭാഗ്യമേകില്ല എന്നോർത്ത് മനം തുറക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കീണപേക്ഷിച്ചുകൊണ്ട് ഈ സ്വസ്ത്രബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. മാലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അങ്ങ് പ്രീതിയോടെ സ്വീകരിക്കുകയും ഇവ ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രധാന മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം ഞങ്ങൾ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖവൃന്ദത്തെ വിശ്വസ്തയോടെ ഞങ്ങൾ വണങ്ങുമ്പോൾ വിസ്മയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോട് കൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ അങ്ങേ പ്രഭാവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിനുമുപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമ വാഴ്ത്തി പുകഴ്ത്തുകയും അവരോടൊപ്പം ചേരുന്ന ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങയെ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതി കീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ
അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദികഗണത്തോടും ദൈവജനത്തോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസർ നീനു നെൽസൺ, ആന്റണി സൈമൺ, ബ്രോൺലി ഫെർണാണ്ടസ്, ആൻസൽ ഫെർണാണ്ടസ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായ അവിടുത്തോടൊന്നായി തീർന്ന ഈ സഹോദരങ്ങളെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയിർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും
ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാരിനുമായിടേണം. അന്നു വീണ്ടും രാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയെ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടീണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തും കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തും കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ആകാശത്തു വിരിയുന്ന താരക മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. ആകാശത്തു വിരിയുന്ന താരക മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങൾ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരത്തു പാടാം. വാനമേഘങ്ങൾ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ദിവ്യഭോജനത്തിന്റെ ശക്തിയാൽ ബലം പ്രാപിച്ച ഞങ്ങൾ വിശുദ്ധ മിഖേൽ മാലാഖയുടെ വിശ്വസ സംരക്ഷണത്താൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി.
മാറത്ത് പൊൻകച്ച അണിഞ്ഞും കാണും നീശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനും എൻ്റെ ഈശോയും മാത്രമാകുന്ന ആരാധനയുടെ ധന്യമായ നിമിഷങ്ങളിലാണ് തൊട്ടടുത്തിരിക്കുന്ന ആരെയും നാം ശ്രദ്ധിക്കേണ്ട, കർത്താവും ഞാനും മാത്രം. 150-ാം സങ്കീർത്തനം ഏറ്റവും അവസാനത്തെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തകൻ നമ്മളോട് കർത്താവിനെ സ്തുതിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഇപ്രകാരമാണ് ആദ്യത്തെ 2 വചനങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹാ അതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. പലപ്പോഴും ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മളോട് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഞാൻ സർവശക്തിയും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുന്നത് എന്ന് ചിന്തിക്കാം. നമ്മുടെ തന്നെ ഹൃദയങ്ങൾ അവിടുത്തെ സ്വരം കേൾക്കുന്നതിന് വേണ്ടിയാണ്. അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടിയാണ് ഉച്ചത്തിൽ സ്തുതിക്കേണ്ടത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പ്രവാചകനെ
കർത്താവ് വിളിക്കുമ്പോൾ അവൻ കേൾക്കുന്നത് വലിയ സ്തുതിയുടെ ശബ്ദമാണ്. പ്രവാചകൻ എഴുതി വെക്കുന്നത് ദേവാലയത്തിന്റെ അടിത്തറ ഇളകുന്ന രീതിയിൽ ദൈവദൂതന്മാർ അവിടുത്തെ സ്തുതിക്കുന്നത് ഞാൻ കേട്ടു എന്നതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ പൗലോസും സീലാസും കാരാഗൃഹത്തിലായിരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് നടുവിലും കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഹൃദയം തുറന്ന ഉച്ചസ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ അവിടുന്ന് നമ്മെ ഈ ധന്യ നിമിഷത്തിൽ വിളിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അവിടുത്തെ ആത്മാവിന് വേണ്ടി ദാഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇരു കരങ്ങളും കർത്താവിന് നേരെ നീട്ടി ഹൃദയം തുറന്ന് ഉച്ചസ്വരത്തിൽ ദേവാലയത്തിന്റെ അടിത്തറ ഇളകുന്നത് പോലെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഉച്ചസ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, നന്ദി കർത്താവേ. എല്ലാവരും ഉച്ചസ്വരത്തിൽ സ്തുതിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ എന്ന് ഉറക്കെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 നന്ദി കർത്താവേ. ആരാധന, 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 ആരാധന. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ ജനത്തിന് അങ്ങയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഇവരുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ ആരാധന, 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 ആരാധന. യേശുവേ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ ആത്മാവിന് വേണ്ടി യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഗത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവ നിറക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവ നിറക്കണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കാർമലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കാർമലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എന്റെ ഈശോയെ, ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി വരണമേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. ജീവിത വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 അങ്ങേക്ക് ആരാധന. റൂഹ് 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 ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന. ഓ എന്റെ ഈശോയെ, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ അതിശക്തമായ സംരക്ഷണമുള്ള ഒരു ദേശവും ഇടവകയാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും. എന്നാലും പലപ്പോഴും നമുക്ക് ഭയമുള്ളത് ഈ പിശാചിന്റെ മേഖലകളിലാണ്. മറ്റുള്ളവർ എനിക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, മറ്റുള്ളവർ എനിക്കെതിരെ കൂടോത്രമോ മന്ത്രവാദമോ ഒക്കെ ചെയ്താൽ അതെന്നെ ബാധിക്കുമോ എന്നുള്ള ഭയമുള്ള പലരും ഇവിടെയുണ്ട്. അങ്ങനെ ഭയത്തിൽ ജീവിക്കുന്ന പല വ്യക്തികളുമുണ്ട്. ഇന്ന് അവർക്കെല്ലാം ഒരു ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. നിങ്ങൾക്കൊരു ആശ്വാസമായിരിക്കും അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരാരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ മന്ത്രവാദമോ കൂടോത്രമോ ചെയ്താൽ നിങ്ങളെ അത് ബാധിക്കുവോ ഇല്ലയോ? ഇല്ല. അത്രമാത്രം തീഷ്ണതയോടെ, അത്രമാത്രം വിശ്വാസത്തോടെ നിങ്ങൾ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നിങ്ങൾ യാചിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം ഓർക്കാൻ എളുപ്പമാണ്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം. മൂന്നാമത്തെ പുസ്തകമാണ്, 23-ാം വാക്യമാണ്, 23-ാമത്തെ അധ്യായമാണ്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രയേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല.
യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രയേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രയേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഒരുപാട് ആശ്വാസം തരുന്ന വചനങ്ങളാണ്. നമുക്കെതിരെ ഈ ലോകത്തിൻ്റെതായ ഒരു പൈശാചികതയും ഏൽക്കുകയില്ല. പുതിയ ഇസ്രയേലായ നമുക്ക് ഈ പൈശാചികത ഏൽക്കുകയില്ല എന്ന് വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും ശക്തനായ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ എപ്പോഴും നമുക്കറിയാം, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂടെയാണോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഈ ദൈവം എൻ്റെ കൂടെയുള്ള, വിശുദ്ധമുള്ള, ദൈവ സാന്നിധ്യമുള്ള വ്യക്തികളാണോ നാം ഓരോരുത്തരും? ആ ചൈതന്യം ഇല്ലാതാകുന്നിടത്ത് പിശാചിന് നാം അവകാശം നൽകും. ബൈബിളിൽ വെളിപാടിന്റെ പുസ്തകത്തിന് മുമ്പ് യൂദായുടെ ഒരു ലേഖനമുണ്ട്. ചെറിയൊരു ലേഖനമാണ്. വെളിപാടിന്റെ പുസ്തകത്തിന് മുമ്പ് യൂദായുടെ ലേഖനത്തിൽ മിഖേൽ മാലാഖയെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യമാണ്: പ്രധാന ദൂതനായ മിഖേൽ മോശയുടെ ശരീരത്തെ തൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്നു മാത്രം പറഞ്ഞു. മിഖേൽ മാലാഖ പിശാജ് മോശയുടെ ശരീരത്തെ ചൊല്ലി തർക്കിച്ചപ്പോൾ മാലാഖയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറയാനാണ് മിഖേൽ മാലാഖയ്ക്ക് കഴിഞ്ഞുള്ളൂ. മിഖേൽ മാലാഖയ്ക്ക് ശക്തി ഇല്ലാഞ്ഞുകൊണ്ടാണോ? മിഖേൽ മാലാഖയ്ക്ക് ശക്തി ഇല്ലാഞ്ഞുകൊണ്ടാണോ പിശാചിനെതിരെ വേറെ ഒരു നിന്ദാവചനവും പറയാഞ്ഞത്? ആണോ? ഇല്ല. മറിച്ച് മോശ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ അനുസരിക്കാതെയാണ് അവൻ മരിച്ചത്. അവൻ പാപത്തിലാണ് മരിച്ചത്. അതുകൊണ്ടാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് മോശയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ, അനുസരണക്കേടിന്റെ ഫലമാണ് മോശ അതിനുശേഷമാണ് മരിക്കുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെയാണോ കർത്താവിൻ്റെ വചനം അനുസരിക്കാത്ത ഇടങ്ങൾ, കർത്താവിൻ്റെ സർവശക്തിക്കും മഹത്വത്തിനുമെതിരെ നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ ഞാനും നിങ്ങളുമൊക്കെ മാറിപ്പോകുന്നിടങ്ങൾ, പാപത്തിൻ്റെ അവകാശമുള്ള നമ്മുടെ ഹൃദയങ്ങൾക്ക് മിഖേൽ മാലാഖയ്ക്ക് പോലും പിശാചിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിശാച് പറയും, എനിക്ക് അവകാശമുള്ള വ്യക്തിയാണിത്. പ്രിയ സഹോദരങ്ങളെ, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല അവൻ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ. ഇതേ സംഖ്യയുടെ പുസ്തകത്തിൽ കുറച്ച് അധ്യായങ്ങൾ പുറകിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായത്തിലൊക്കെ ബലാക്കും ബലാമും, ആ രാജാവ് ബാലാം പ്രവാചകനെ വിളിക്കുന്നത് ഇസ്രയേലിനെ ശപിച്ച് നശിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ബാലാം പ്രവചിക്കുന്നുണ്ട്, അവരെ, കർത്താവ് കൂടെയുള്ള ജനത്തെ എനിക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. 2-3 പ്രാവശ്യമൊക്കെ ഈ പ്രവാചകൻ വന്ന് അവർക്കെതിരെ മന്ത്രവാദം നടത്തുമ്പോഴും ശപിക്കുവാൻ രാജാവ് ആവശ്യപ്പെടുമ്പോഴും ബാലാം പറയുന്നുണ്ട്, ആ ജനം ദൈവം കൂടെയുള്ള ജനമാണ്, അവർക്കെതിരെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇനിയും ആരെങ്കിലുമൊക്കെ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് ഭയപ്പെടുമ്പോൾ അതെന്നെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരം, ഞാൻ കർത്താവിൻ്റെ കൂടെയാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ സംഖ്യയുടെ പുസ്തകത്തിൽ തന്നെ അവരെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്ന പ്രവാചകൻ രാജാവിനോട് പറയുന്നുണ്ട്, ഈ ജനം കർത്താവിൽ നിന്ന് അകന്നാൽ, ഇവർ പാപം ചെയ്താൽ ഇവരെ നശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ആ വിജാതീയ സ്ത്രീകൾ ഇസ്രയേലിലെ എല്ലാ പുരുഷന്മാരെയും വഴിതെറ്റിച്ച് വിജാതീയ ദേവന്മാരുടെ ഉത്സവങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. 25-ാം അധ്യായത്തിൽ പ്രയോറിലെ ബാൽ എന്ന അധ്യായത്തിൽ മൊബാബിയ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ദൈവത്തെ മറന്ന് മറ്റ് ദൈവങ്ങളിലെ ആരാധിക്കാൻ പോയ ഇടങ്ങളിൽ
ബാക്കി എല്ലാ കൽപ്പനകളും ലംഘിച്ച് അവർ അശുദ്ധിയിൽ ഏർപ്പെടുകയാണ്. ഇവിടെയാണ് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങൾ പിശാചിൻ്റെ ഇടങ്ങളാക്കി മാറ്റുന്നത്. അവിടെയാണ് മറ്റുള്ള ശക്തിക്ക് നമ്മളെ തകർക്കാൻ കഴിയുന്നത്. എൻ്റെ ദൈവവും കർത്താവും എൻ്റെ യേശുവാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് രക്ഷയുള്ളത്. എവിടെയാണോ ഒന്നാം പ്രമാണം ലംഘിക്കപ്പെടുന്നത്, എവിടെയാണോ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്ഥാനത്ത് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും മറ്റു ദേവന്മാർക്കും എൻ്റെ തന്നെ കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ, അത് പലപ്പോഴും നമ്മുടെ സമ്പത്താവാം, നമ്മുടെ കഴിവുകളാകാം, ഇതിനെയൊക്കെ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നത് അവിടെയൊക്കെ പിശാചിന് അവകാശമുള്ള ഇടങ്ങളായി മാറും. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല. എന്നാൽ ഞാൻ കർത്താവിലാണോ വസിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദിവ്യകാരുണ്യത്തെപ്പറ്റി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, നമ്മളോട് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇപ്രകാരം കർത്താവിൽ ഒന്നായുള്ള ഒരു അവസ്ഥയിൽ, ഒന്നായുള്ള ഒരു ആത്മീയതയിലാണ് ഒരനർത്ഥവും ഒരു പിശാചും ഒരു പൈശാചിക ബന്ധനങ്ങളും നമ്മെ തൊടുകയില്ല. അത്രമാത്രം സുരക്ഷിതമായിരിക്കും നാം കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുന്നത്. സുവിശേഷത്തിൽ അനേകം വട്ടം കർത്താവ് ശിഷ്യരെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ കൂടെയുണ്ട്. കൊടുങ്കാറ്റിൽ വഞ്ചി ഉലയുമ്പോഴും സ്വസ്ഥമായി ഉറങ്ങുന്ന കർത്താവ് എഴുന്നേറ്റിട്ട് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത്? ഈ കർത്താവ് എന്നെ നോക്കിക്കൊള്ളും, ഈ കർത്താവാണ് ഏറ്റവും ശക്തനായ സൈന്യാധിപൻ എന്ന വിശ്വാസം നിങ്ങൾക്ക് ഇല്ലാത്തത് എന്താണ്? എൻ്റെ കർത്താവ് നീ മാത്രമാണെന്ന് കർത്താവിനെ നോക്കി നമുക്കും പറയാം. ഈ കർത്താവ് കൂടെ ഉള്ളപ്പോൾ പുതിയ ഇസ്രായേലായി നമുക്ക് ഒരു ആഭിചാരവും ഒരു ക്ഷുദ്രവിദ്യയും നമുക്ക് ഏൽക്കില്ല എന്ന് നമുക്കും വിശ്വാസത്തോടെ പറയാം. പിശാചിന് ഞാൻ ഇടം കൊടുത്ത എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഹൃദയങ്ങൾ തുറന്ന് കർത്താവിൻ്റെ തിരുശരീരത്തിലേക്ക് നോക്കി, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, നീ മാത്രമാണ് എൻ്റെ അപേക്ഷില, നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ, നിന്നിൽ മാത്രമാണ് ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നതെന്ന് നമുക്ക് ഗാനം ആലപിച്ച്, കർത്താവേ, ഞാൻ നിന്നെ മറന്നുപോയ സമയങ്ങളുണ്ട്, നിനക്ക് നൽകേണ്ട പ്രാധാന്യം ഞാൻ നൽകാതിരുന്ന സമയമുണ്ട്, അറിഞ്ഞോ അറിയാതെയൊക്കെ ഒന്നാം പ്രമാണ ലംഘനം നാം നടത്തിയിട്ടുണ്ട്, ചെറുതും വലുതുമായ പാപങ്ങൾ കൊണ്ട് എൻ്റെ ശരീരം ഞാൻ മലിനപ്പെടുത്തി അതിൻ്റെ അവകാശം പിശാചിന് നൽകിയിട്ടുണ്ട്. ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് കർത്താവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ എന്ന് ഹൃദയം കൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ നിന്നുറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ നിന്നുറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ
തിരുകൃപ മതി എനിക്ക് ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദിവ്യകാരുണ്യമായ ഈശോ തന്നെ ദിവ്യകാരുണ്യത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാണ്, ഇത് വിശ്വസിക്കുക, ഈ ദൈവത്തിൽ, ഈ ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ പഴയ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ കടന്നുപോയ പ്രയാസങ്ങൾ നിരവധിയാണ്. സ്വയം ശൂന്യമാക്കിക്കൊണ്ടാണ് അവൻ സഹോദരങ്ങളുടെ നിന്ദനം ഏറ്റുവാങ്ങിയത്. പിന്നീട് വർഷങ്ങളോളം അവൻ കടന്നുപോയത് അടിമയുടെ ജീവിതമാണ്. സഹോദരങ്ങളും തന്നെ വിലയ്ക്ക് വാങ്ങിയ യജമാനനും താൻ സ്നേഹിച്ചിരുന്നവരൊക്കെ അവനെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് 4 പ്രാവശ്യമാണ് അവൻ കാരാഗൃഹത്തിലായിരുന്നപ്പോഴും വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഏത് പ്രതിസന്ധികൾക്ക് മുൻപിലും അവൻ ദൈവത്തിൽ വസിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ അടിമയുടെ പുറങ്കുപ്പായം മാറ്റി അവന് ഫറവോയുടെ അടുത്ത രാജകീയ വസ്ത്രങ്ങൾ നൽകി അധികാരങ്ങൾ കർത്താവ് അവന് നൽകുന്നുണ്ട്. കർത്താവ് തനിക്കെല്ലാം നൽകിയപ്പോൾ തന്നെ ദ്രോഹിച്ചവർ അവൻ്റെ മുൻപിൽ വന്ന് അവനെ താണു വണങ്ങിയപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത്, എന്നോട് ചെയ്ത ദ്രോഹം നിങ്ങൾ ഓർക്കേണ്ട, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഹൃദയപൂർവം ദ്രോഹം ക്ഷമിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ആലയങ്ങളായി നാം മാറുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്ന ഹൃദയങ്ങളാവുന്നത്. ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്ന വലിയ രഹസ്യം. ഈ അരുളിക്കായിൽ ദിവ്യകാരുണ്യം നാം വണങ്ങുമ്പോൾ, കർത്താവിനെ തിരിച്ചറിയുമ്പോൾ, ഓരോ ദിവ്യബലിയിലും ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്ന അരുളിക്കയാണെന്ന ഒരു ബോധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അരുളിക്കയും വഹിച്ചുകൊണ്ട് നാം പുറത്തേക്ക് ഇറങ്ങിയാൽ നാം ആരോടെങ്കിലും കയർത്ത് സംസാരിക്കാൻ നമുക്ക് സാധിക്കുമോ? ആരെങ്കിലും പറ്റി കുറ്റം പറയാൻ ഈ കർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരെങ്കിലും പറ്റി കുറ്റം പറയാൻ നമുക്ക് സാധിക്കുമോ? ഈ കർത്താവിനെ കരങ്ങളിൽ എടുത്തിരുന്നിട്ട് ആരെങ്കിലും വെറുക്കാൻ, ക്ഷമിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതേ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന ക്രിസ്തുവിനെ അവനിങ്ങനെ ഹൃദയത്തിൽ രാജാവായി വാഴുമ്പോൾ എങ്ങനെയാണ് എന്നെ ദ്രോഹിക്കുന്നവരോട് എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയുന്നത്? യാക്കോബിനെ അവൻ തനിക്കെതിരെ നടത്തിയ എല്ലാ ദ്രോഹങ്ങളും ക്ഷമിച്ച് ചേർത്തു പിടിച്ച് ചുംബിക്കുന്ന ഏസാവിനെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏസാവിൻ്റെ മുഖത്തേക്ക് നോക്കി യാക്കോബ് പറയുന്നത്, നിന്റെ മുഖത്ത് ഞാൻ ദൈവത്തെ കാണുന്നു എന്നാണ്. അറിഞ്ഞോ അറിയാതെയൊക്കെ ദ്രോഹിച്ച എല്ലാ മനുഷ്യരെയും മുറിയപ്പെട്ടുകൊണ്ട് ക്ഷമിക്കാനാണ് ദിവ്യകാരുണ്യ ഈശോ നമ്മളോടും ആവശ്യപ്പെടുന്നത്. എവിടെയാണോ വെറുപ്പിന് ഇടമുള്ളത് അവിടെ നാം പിശാചിന് അവകാശം കൊടുക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ഈ വെറുപ്പ് ഉള്ളിൽ നിറയ്ക്കുവാൻ ക്രിസ്തുവിന് അവസരമുണ്ടായിരുന്നപ്പോഴും ഒരു തുള്ളി പോലും വെറുപ്പ് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അവൻ കയറ്റിയില്ല. അവൻ സ്നേഹിച്ചവരെല്ലാം അവനെ ഉപേക്ഷിച്ചു പോയപ്പോഴും, കൂടെ നിന്നവരെന്നൊക്കെ അവനെ ദ്രോഹിച്ചപ്പോഴും ആരോടും പരിഭവമില്ലാതെ
ഒരിറ്റു പോലും പിശാചിന് അവകാശം കൊടുക്കാതെ വെറുപ്പുള്ളിലേക്ക് കയറ്റാതെ അവൻ പ്രാർത്ഥിച്ചത്, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് എത്രയോ വട്ടമാണ് പാപത്തിൻ്റെ ഇടങ്ങളിലേക്ക് ഞാൻ നടന്നു പോയത്. എത്രയോ വട്ടമാണ് പിശാചിന് അവകാശം കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചത്, പ്രവർത്തിച്ചത്. ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് കർത്താവിനോട് മാപ്പപേക്ഷിക്കാം. എൻ്റെ കർത്താവെ, ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്ന ആ മനോഹര യാഥാർത്ഥ്യം അനുഭവിക്കാൻ എൻ്റെ ഹൃദയങ്ങളെ ഒരുക്കണമേ. എൻ്റെ ഹൃദയത്തിലെ എല്ലാ അശുദ്ധിയും നീ എടുത്തു മാറ്റി എല്ലാവരോടും നീ സ്നേഹിച്ചതുപോലെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ, പൂർണ്ണമായി സ്നേഹിക്കാൻ, ഏറ്റവും അവസാനത്തുള്ള രക്തവും ജലവും കൊടുത്ത് സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, ക്ഷമിക്കുവാൻ പഠിപ്പിക്കണമേ, സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. നമുക്ക് പാടാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. കർത്താവിലേക്ക് നോക്കി ഗായകനോടൊപ്പം ഉച്ചസ്വരത്തിൽ നമുക്കും ഹൃദയം തുറന്ന് ഏറ്റുപാടാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി കർത്താവിലേക്ക് നോക്കി, എൻ്റെ കർത്താവാണ് സൗഖ്യം. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ രോഗം നിനക്ക് എടുത്തു മാറ്റാൻ സാധിക്കും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് കാഴ്ച തിരിച്ചു നൽകാൻ നിനക്ക് സാധിക്കും. രോഗികളായി ആശുപത്രിയിൽ കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായി ഭവനങ്ങളിൽ കഴിയുന്ന വൃദ്ധരായ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരുന്നോ ലേപന ഔഷധമോ അല്ല, മറിച്ച് അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നീ അവരെ തൊടണമേ. അവിടുത്തെ തൊട്ടവരെല്ലാം സുഖപ്പെട്ടു. വിശ്വാസത്തോടെ കർത്താവിന് തൊടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ കിടക്കയിലെടുത്തു കൊണ്ടുവരുമ്പോൾ തളർവാര രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഈ ദേവാലയത്തിലായിരിക്കുന്ന രോഗികളായ എല്ലാ വ്യക്തികളെയും കർത്താവ് തൊടുന്ന നിമിഷമാണ്. വിശ്വാസത്തോടെ കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവേ, നീ എൻ്റെ രോഗം അറിയുന്നു. നീ എൻ്റെ മാനസികമായ അലച്ചിലുകളാണ് അറിയുന്നുണ്ട്. എൻ്റെ കണ്ണീരെല്ലാം നീ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിത ദുഃഖങ്ങൾ നിനക്കറിയാം. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എൻ്റെ അയൽക്കാർക്ക് വേണ്ടി, എന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി, ലഹരിയുടെ അടിമത്തത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വഴിതെറ്റിപ്പോയ, അശുദ്ധിയിൽ ജീവിക്കുന്ന, വിശ്വാസമില്ലാതെ ജീവിക്കുന്ന നമുക്കറിയാവുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരൊക്കെ കർത്താവ് തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ കാരുണ്യം ഒഴുക്കുന്ന നിമിഷങ്ങളാണ്. എൻ്റെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസരങ്ങളെ, എല്ലാ പൈശാചിക ബന്ധനങ്ങളും കർത്താവ് എടുത്തു മാറ്റുകയാണ്. പിശാചിന് അവകാശം കൊടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു മാറ്റുമ്പോൾ, ക്ഷമിക്കുവാൻ ഞാൻ മനസ്സ് തുറക്കുമ്പോൾ, എൻ്റെ കുടുംബജീവിതം അവിടുത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയാണ്. അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കുകയാണ്.
പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ യുവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിസ തടസ്സം മാറുവാൻ, വിവാഹ തടസ്സം മാറുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇവിടെ. അവരുടെ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഇവിടെ. ഈ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ട്. അവൻ്റെ സമയത്ത് അവൻ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി കർത്താവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. പൂർവ്വപിതാവായ ജോസഫ്, കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പാപം ചെയ്യാൻ അവൻ വിസമ്മതിച്ചിടത്താണ് ഫറവോയുടെ അടുത്ത പദവി നൽകുന്നത്, രാജകീയ വസ്ത്രങ്ങൾ അവന് നൽകുന്നത്, വിശുദ്ധി കൊണ്ട് അവനെ മൂടുന്നത്. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട്, സ്നേഹം കൊണ്ട്, മാതൃക കൊണ്ട് അവരെയൊക്കെ കർത്താവിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സാമ്പത്തിക മേഖലകളെ, കടബാധ്യതകളെ, ഇനി എന്ത് എന്ന ചോദ്യവുമായി ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, അവരർഹിക്കുന്ന, നീ അധ്വാനിച്ച് നിന്റെ വിയർപ്പിൻ്റെ ഫലം കൊണ്ട് ജീവിക്കുക എന്നരുൾ ചെയ്ത നാഥ, നീ അവരെ ജോലി നൽകി അധ്വാനിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ യാചിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹമായി, സ്വർഗത്തിൽ നിന്ന് കൃപയായി നമ്മളിലേക്ക് വർഷിക്കുന്ന നിമിഷങ്ങളാണ്. ഹൃദയം തുറന്ന് കർത്താവിനോട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഭൗതികമായ നിയോഗങ്ങൾ മാത്രമായി ഒതുക്കാതെ, കർത്താവെ, കുറച്ചുകൂടെ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ എനിക്ക് ധൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യാശ അറ്റുപോയ, നിരാശയിൽ കഴിയുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രത്യാശയുടെ പുതിയ നാളങ്ങൾ തെളിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയ വേദനകൾ അവിടുന്ന് ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ വേദനകളാണ് അവിടുന്ന് കുരിശിൽ വഹിച്ചത്. നമുക്ക് വേണ്ടിയാണ്, നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ ഒന്ന് മരിച്ചത്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവിനോട് നാം ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് അനുഗ്രഹം നൽകുന്ന കർത്താവിനോട് നാം പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് കേട്ടു എന്ന വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ഒരു ഗാനം ആലപിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആഴിയും മൊഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൊഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു.
പാവന നീണം തന്നു പാപത്തിൻ കറ് പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ് പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ, ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ. വാക്കത്തം പോലെ നിന്റെ സന്നിധാനം നിന്മക്കൾ കൂടിടുമ്പോൾ, വാക്കത്തം പോലെ നിന്റെ സന്നിധാനം നിന്മക്കൾ കൂടിടുമ്പോൾ, മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമാം നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും, ചെയ്തവൻ നീ മാത്രമായി എന്നാണ് ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ, ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസമധ്യത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസമധ്യത്തിൽ, നിൻ ശക്തി അയച്ചിടുക നിന്നെ എന്നും ആത്മാവിൽ ആരാധിക്കാം, നിൻ ശക്തി അയച്ചിടുക എന്നാലും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ, 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 ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ. കർത്താവിന്റെ ആശീർവാദനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഏദൻ തോട്ടത്തിൽ നാം നഷ്ടമാക്കിയ കൃപ അനുസരണക്കേടുകൊണ്ടാണ് നാം നഷ്ടമാക്കിയത്. ഈ കൃപയാണ് ഗെത്സമൻ തോട്ടത്തിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പിതാവിനോട് പറഞ്ഞുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തമാക്കിയത്. എൻ്റെ ജീവിതമാകുന്ന ഗെത്സമൻ തോട്ടത്തിൽ
പലപ്പോഴും നിന്റെ ഹിതം നടക്കട്ടെ എന്ന് കർത്താവിനെ നോക്കി പറയാൻ നമുക്ക് ധൈര്യമില്ലാതെ പോയിട്ടുണ്ട്. ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പാനപാത്രങ്ങളെയും, എല്ലാ വേദനകളെയും കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ, എങ്കിലും എൻ്റെ പിതാവേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ആശീർവാദത്തിനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കണം. ദൈവമേ, നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപമാ നോക്കിയിടണ്ടേ, എന്നും ഞങ്ങളിൽ നീ. ദൈവമേ, നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപമാ നോക്കിയിടണ്ടേ, എന്നും ഞങ്ങളുടെ ദൈവമേ, നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപമാ നോക്കിയിടണ്ടേ, എന്നും ഞങ്ങളെ വ്യജ്ഞാവണങ്ങൾക്ക് സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്വമേ കൂതാശ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പോ, ഇന്ദ്രിയങ്ങൾക്ക് പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിന് തന്നേകജാതനം സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിൻ ഔവീതം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തി ശക്തിയുമാമൻ വാഴു ദൈവമാവി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക്